പരീക്ഷയാണ് 5 മിനിറ്റ് കൊണ്ട് പത്രവാർത്ത എങ്ങനെ എഴുതാമെന്ന് ഒന്ന് സെറ്റ് ചെയ്താലോ? നമുക്കറിയാം എല്ലാ പരീക്ഷകൾക്കും നമ്മൾ എന്തായാലും കുടുങ്ങിപ്പോകുന്ന നമ്മളെ കാത്തിരിക്കുന്ന ഒരു ചോദ്യമാണ് പത്രവാർത്ത എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളത്. ടോമോയിലെ കായികമേള നമ്മൾ പരിചയപ്പെട്ടു. ടോമോയിലെ കായികമേളയെക്കുറിച്ച് നമുക്കൊരു പത്രവാർത്ത എഴുതിയാലോ? ടോമോയിലെ കായികമേള പത്രവാർത്തയാക്കിയാലോ? എന്തൊക്കെ ഉൾപ്പെടുത്തും? മത്സരയിങ്ങൻ, പ്രത്യേകതകൾ, വിജയികൾ എന്നിവ ഉൾപ്പെടുത്തി ഒരു പത്രവാർത്ത തയ്യാറാക്കുക. ഒരു പത്രവാർത്ത തയ്യാറാക്കുമ്പോൾ മക്കളെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? നമുക്കറിയാം, ഒരു പത്രവാർത്ത കാണുമ്പോൾ ആ പത്രവാർത്തയിൽ നമ്മുടെ ശ്രദ്ധ തിരിക്കുന്നത് പത്രവാർത്തയുടെ ഹെഡിങ് ആണ്, അല്ലെ? തലക്കെട്ടാണ്, ശീർഷകമാണ്. അപ്പൊ തലക്കെട്ട് നിർബന്ധമായിട്ടൊരു പത്രവാർത്തക്ക് ഉണ്ടായിരിക്കണം. നമ്മൾ വാർത്ത എഴുതുന്നതിനേക്കാൾ വലുതായ രീതിയിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പത്രവാർത്തയുടെ തലക്കെട്ട് തയ്യാറാക്കേണ്ടത്. അതോടൊപ്പം എവിടെയാണ് ആ വാർത്ത നടക്കുന്നത്, ആ സ്ഥലം നമ്മൾ എന്ത് ചെയ്യണം? സ്ഥലം നമ്മൾ സൂചിപ്പിക്കണം. എന്താണ് അവിടെ നടക്കുന്ന പരിപാടി, എങ്ങനെയാണ് സംഘടിപ്പിച്ചത്, ആരൊക്കെ ചേർന്ന് സംഘടിപ്പിക്കുന്നു, അല്ലെ? ഇത്തരത്തിലുള്ള വിവരങ്ങളാണ് പത്രവാർത്തയിലൂടെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ തയ്യാറാക്കേണ്ടത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞൊരു കാര്യമാണ് വാർത്തയായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ എഴുതുന്നത്. അപ്പോൾ കഴിഞ്ഞ രീതിയിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? എഴുതേണ്ടത്. നടക്കാൻ വേണ്ടി പോവും എന്നതിനേക്കാൾ ഉപരി എന്ത് ചെയ്യുക? കഴിഞ്ഞ കാര്യങ്ങളായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? എഴുതിൻ്റെ പത്രവാർത്തയുടെ ഭാഗമായി എഴുതി ചേർക്കേണ്ടവ. ഇത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ചോദ്യം പത്രവാർത്തയാക്കി എഴുതി നോക്കിയാലോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം നമ്മൾ ഏറ്റവും മുകളിലായിട്ടൊരു തലക്കെട്ട് കൊടുക്കുന്നു. തലക്കെട്ട് കുറച്ചുകൂടി വലുതാക്കി നമുക്ക് എന്ത് ചെയ്യാം? കൊടുക്കാൻ വേണ്ടി പറ്റും. മനം നിറച്ച് ടോമോ സ്കൂൾ കായികമേള. മനം നിറച്ച് ടോമോ സ്കൂൾ കായികമേള. കുറച്ചുകൂടി വലുതായി എന്ത് ചെയ്യുന്നുണ്ടോ? നമ്മൾ പത്രവാർത്തയുടെ ഹെഡിങ് കൊടുക്കുന്നു. അതിനുശേഷം എവിടെ വെച്ചാണ് പരിപാടി നടക്കുന്നത്? ആ സ്ഥലമാണ് ടോമോ എന്ന് പറയുന്നത്. വൈവിധ്യങ്ങളാർന്ന വിദ്യാഭ്യാസ പദ്ധതികളായും പരിപാടികളായും പ്രശസ്തമായ ടോമോ സ്പെഷ്യൽ സ്കൂളിലെ കായികമേള ശ്രദ്ധയാകർഷിച്ചു. കൊബായാഷി മാസ്റ്ററുടെ നേതൃത്വത്തിൽ 2 ദിവസമായി നടന്ന കായികമേളയുടെ മത്സര ഇനങ്ങളും നടത്തിപ്പും വൈവിധ്യം നിറഞ്ഞതായിരുന്നു. മീൻവായിലൂടെ ഓട്ടവും റിലേ മത്സരവും ആവേശം നിറഞ്ഞതായി. ഭിന്നശേഷി വിദ്യാർത്ഥിയായ യസ്വാക്കിച്ചാൻ എന്ന കുട്ടിയാണ് വടംവലി മത്സരത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തത്. ജന്മനാ വൈകല്യമുള്ള തകാഹഷി എന്ന 1ാം ക്ലാസ് വിദ്യാർത്ഥി മറ്റുള്ളവരെ കാഴ്ചക്കാരാക്കി മാറ്റിക്കൊണ്ട് മുഴുവൻ മത്സരങ്ങളിലും വിജയിയായി ഒന്നാമതെത്തി. മത്സരത്തിന്റെ രൂപകൽപ്പനയിലും കൊബായാഷി മാസ്റ്ററുടെ സംഘാടന മികവിലും ടോമോയിലെ കായികമേള മികച്ചതായി എന്നതാണ് നമ്മൾ തയ്യാറാക്കിയ പത്രവാർത്ത. അപ്പോൾ പരീക്ഷയ്ക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന ചോദ്യം ടോമോയിലെ പത്രവാർത്തയാണ്, അല്ലേ? ടോമോയിലെ കായികമേള പത്രവാർത്തയായി മാറുന്ന ചോദ്യമാണ്. ഇപ്പൊ സെറ്റാണോ? സെറ്റാണ്. ഏത് തരത്തിൽ ചോദ്യം ചോദിക്കുമ്പോഴും നമുക്ക് പത്രവാർത്ത എന്ത് ചെയ്യാം? പത്രവാർത്ത നല്ല അടിപൊളിയായിട്ട് എഴുതാൻ വേണ്ടി പറ്റും.